ഖൈറും മിമ്മാ യജ്മഊൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, അൽഹംദുലില്ലാഹ് വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ചായ റൊട്ടിയൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കാതെ പോകരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. പിന്നെ ഇനി സമയമില്ലാത്തത് കൊണ്ടാണ് ഇപ്പം തന്നെ റൊട്ടി വിതരണം, ചായ വിതരണം നടത്തിയത്. ഞാനാണെങ്കിൽ സമ്മതിക്കാറില്ല പൊതുവെ ക്ലാസ് എടുക്കുന്നതിൻ്റെ ഇടയിൽ കൊടുക്കാൻ. അപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ അല്ല, നമുക്ക് നിസ്കരിക്കാൻ പോകേണ്ടി വരുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. വിശുദ്ധ റമദാനിനെ കുറിച്ച് കാലങ്ങളായി നമ്മൾ കേൾക്കുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ വ്യത്യസ്തമായ ക്ലാസ്സുകളിലൂടെ നമുക്ക് റമദാനിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കുറേ അറിയാവുന്നതാണ്. ശരിക്കും എന്തിനാണ് റമദാൻ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവും ഖുർആൻ നമുക്ക് നൽകുന്നുണ്ട്. സാധാരണഗതിയിൽ മറ്റ് മുസ്ലിങ്ങളല്ലാത്ത ഇതര മതവിഭാഗങ്ങളുടെ ആചാരങ്ങളെ നമ്മൾ പഠിക്കുമ്പോൾ പലപ്പോഴും അവരുടെ ജനിമൃതികളുമായി ബന്ധപ്പെട്ടതാണ്. ജനിച്ച ദിവസത്തിന്റെ പ്രാധാന്യം, മരണപ്പെട്ട ദിവസത്തിന്റെ പ്രാധാന്യം, അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് അവർ ശരിക്കും അതൊക്കെ ആചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിലെ ചില ആചാരങ്ങളെ നമ്മൾ എടുക്കുമ്പോൾ, ഹജ്ജൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് ഹാജറ ബീവിയുമായും അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നോമ്പ് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എന്തിനാണ് നോമ്പ് എന്ന് സൂറ അൽ ബഖറയിലൂടെ അല്ലാഹു അറിയിച്ചു തരുന്നുണ്ട്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫലയസുംഹു. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം എന്നത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു. ഖുർആന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത് റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ഒറ്റയായ രാവിലാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒറ്റയായ രാവ് ഏറ്റവും പുണ്യപൂർണമാണെന്നും 1000 മാസത്തേക്കാൾ പ്രാധാന്യമുള്ളതാണെന്നും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ റമദാനിലാണ് വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചത് എന്നതുകൊണ്ട് തന്നെയാണ് റമദാൻ മാസത്തിൽ അല്ലാഹു നോമ്പെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതാണ് സൂറ അൽ ബഖറയിലെ ആയത്തിൽ പറയുന്നത് ശഹ്റു റമദാൻ, റമദാൻ മാസം അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അതായത് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു. ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കേണ്ടത്, ഏത് വഴിയിലൂടെ ഏത് വിധത്തിൽ ജീവിച്ചാലാണ് സ്വർഗം ലഭിക്കുക എന്ന കാര്യങ്ങൾ അവർക്ക് നൽകാൻ, അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ഒരു മാർഗദർശനം നൽകുന്നതിന് വേണ്ടി. വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ച് സുവ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള വേദത്തിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ച മാസമാകുന്നു റമദാൻ എന്നാണ് ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അള്ളാഹു പറയാണ് ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫലയസുംഹു, ആ മാസത്തിൽ നിങ്ങളിൽ ആരാണോ സന്നിഹിതരാകുന്നത്, സാക്ഷിയാകുന്നത്, ആ മാസത്തിന് സാക്ഷിയാകുന്നു, നമ്മൾ ഉണ്ട്, ജീവനോടെ ഇരിക്കുന്നുവെങ്കിൽ നമുക്ക് അതിനുശേഷമാണ് ബാക്കി കാര്യങ്ങൾ പറയുന്നത്. നിങ്ങളിൽ നോമ്പെടുക്കാൻ പറ്റുന്നവര് നോമ്പെടുത്തിരിക്കണം എന്നാണ്. അപ്പൊ എന്താണ് നോമ്പിന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ചു എന്നത് കൊണ്ട് ആ മാസത്തിൽ 1000 മാസത്തേക്കാൾ പുണ്യപൂർണമായ ഒരു ദിവസമുണ്ട് എന്നത് കൊണ്ട് ഖുർആൻ നമ്മളോട് നോമ്പെടുക്കാൻ നിർദ്ദേശിച്ചു എന്നതാണ്. അപ്പൊ ശരിക്കും നോമ്പിലൂടെ ഖുർആനിനെ കൂടുതൽ വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഒക്കെയുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് അള്ളാഹു അതിനെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ശരിക്കും വിശ്വാസി 4 വിധത്തിലാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. 4 വിധത്തിൽ. ഒന്ന്, സൃഷ്ടാവിന്റെ വചനമാണത്, അള്ളാഹുവിന്റെ സംസാരമാണ്. അള്ളാഹു നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ കലാം ആയതുകൊണ്ടാണ് അതിന് ഓരോ അക്ഷരത്തിനും അള്ളാഹു പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷെ അത് ഓതുമ്പോൾ നമുക്ക് ആ ഒരു നിയ്യത്തുണ്ടായിരിക്കണം, ഇതിലെ ഓരോ അക്ഷരങ്ങൾക്കും പ്രതിഫലമുണ്ട്. മൻ ഖറഅ ഹർഫൻ മിനൽ ഖുർആനി ഫലഹു ബിഹി ഹസന, ഖുർആനിൽ നിന്ന് ഒരു അക്ഷരം ഒരാൾ പാരായണം ചെയ്യുന്നുവെങ്കിൽ
അവന് ഒരു പുണ്യമുണ്ട് എന്നാണ്. ഒരു പുണ്യം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, റമദാനിലത് ഇഷ്ടം പോലെ ഇരട്ടി ഇരട്ടിയാക്കി തരും അത്. അല്ലെങ്കിൽ തന്നെ ഒരു പുണ്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ 10 പ്രതിഫലമാണ്. അങ്ങനെയാണെങ്കിൽ ഒരക്ഷരത്തിന് ഒരു ഘടനയുണ്ട്, ഒരു രൂപമുണ്ട്, അതിനൊരു തെജ്വീദിന്റെ നിയമമുണ്ട്, അതിനൊരു ഹർക്കത്തിട്ടാൽ നമുക്കതിൽ വായിക്കാൻ പാകത്തിലാകും. അങ്ങനെ അക്ഷരങ്ങളെ ചേർത്ത് വെച്ച വാക്യങ്ങളും വാചകങ്ങളും അതുപോലെ തന്നെ ശ്രദ്ധിച്ച് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ടോ എന്നതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ആ അക്ഷരത്തിനൊരു അർത്ഥമുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു തെജ്വീദിന്റെ നിയമമുണ്ട്, അത് വായിക്കേണ്ട ഒരു രൂപമുണ്ട്, ഇതൊക്കെയുണ്ട്. അക്ഷരങ്ങൾ കൂട്ടിവെച്ച വാക്കുകൾ നമ്മളോട് പറയുന്നത് പടച്ച തമ്പുരാന്റെ ഒരു സംസാരം എന്ന നിലക്ക് ഹൃദയത്തിലേക്ക് നാവുകൊണ്ട് ഉച്ചരിക്കുന്ന വിശുദ്ധ വചനങ്ങൾ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് അതിനെ പഠിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നുവെങ്കിൽ അതിന്റെ പാരായണവും പഠന മനനങ്ങളുമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ അക്ഷര വായന നല്ലതായിരിക്കണം. അപ്പൊ ശരിക്കും അതുകൊണ്ടാണല്ലോ അള്ളാഹു പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഖുർആൻ ഒന്നായിട്ട് കൊണ്ട് ഇറങ്ങാതിരുന്നത് എന്ന് അക്കാലത്ത് സത്യനിഷേധികൾ ചോദിക്കേണ്ടായി. നമുക്കറിയാം, ഖുർആൻ പല സന്ദർഭങ്ങളിലായി, പല ഘട്ടങ്ങളിലായി ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി, സങ്കീർണമായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒക്കെയാണ് അവതരിച്ചത്. എന്തേ ഈ വേദപുസ്തകം ഒന്നായിട്ട് കൊണ്ട് അവതരിക്കാത്തത് എന്ന് അക്കാലത്തെ കാഫിറുകൾ, സത്യനിഷേധികൾ ചോദിച്ചിരുന്നു എന്നാണ്. അതിന് അള്ളാഹു കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. അപ്രകാരം നിന്റെ ഹൃദയത്തിന് ഒരു സ്ഥിരത കിട്ടാൻ വേണ്ടിയിട്ടാണ് മുഹമ്മദ് ഞാൻ അത് ഒറ്റയടിക്ക് ഇങ്ങോട്ട് അയക്കാതിരുന്നത് എന്നാണ്. ഞാൻ അതിനെ സാവകാശമാണ് നിനക്ക് പാരായണം ചെയ്തു തരുന്നത് എന്നാണ്. അപ്പൊ നമ്മളെങ്ങനെ വേണം? വെറുത്തിലിൽ ഖുർആന തർത്തീല എന്ന് ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. വെറുത്തിലിൽ ഖുർആന തർത്തീല, നീ സാവകാശമായിരിക്കണം ഇത് പാരായണം ചെയ്യേണ്ടത് എന്നാണ്. നമ്മൾ റമദാനിൽ ഖത്തം തീർക്കാൻ വേണ്ടി ഓതുമ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കണുണ്ടോ എന്നാണ് ആദ്യം ആലോചിച്ചിട്ട്. അപ്പൊ ഒന്ന് പറഞ്ഞിരിക്കുന്നത് അതിന്റെ പാരായണം എന്തായിരിക്കണം? നല്ലതായിരിക്കണം. ആദ്യം പഠിക്കേണ്ടത് നോമ്പ് വിശുദ്ധ ഖുർആൻ അവതരിച്ചു എന്നത് കൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കിയത്. വിശുദ്ധ ഖുർആൻ എങ്ങനെ പാരായണം ചെയ്യണം? അത് സാവകാശത്തിൽ അർത്ഥബോധത്തോടുകൂടി മനസ്സിലാക്കിയായിരിക്കണം പാരായണം ചെയ്യേണ്ടത്. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് മനഃപാഠമാക്കുക എന്നതാണ്. നമുക്ക് നിസ്കാരത്തിലൊക്കെ തീർച്ചയായിട്ടും എന്ത് വേണം? മനഃപാഠമാക്കണം. ഹൃദയത്തിൽ ഇങ്ങനെ ഖുർആനിന്റെ വചനങ്ങൾ സ്വീകരിച്ച് സ്വാംശീകരിച്ചിരിക്കുന്ന ഒരു ഹൃദയത്തെ കുറിച്ച് നമ്മൾ അങ്ങനെ ആലോചിച്ച് നോക്കുക. അത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഹൃദയത്തിൽ ഖുർആൻ, അതുകൊണ്ടാണല്ലോ ലോകത്ത് കോടിക്കണക്കിന് ഖുർആൻ പഠിക്കുന്നവരും കോടിക്കണക്കിന് ഖുർആനിന്റെ പ്രതികളുമുണ്ട്. മനസ്സിലാക്കുകയും വായിക്കുകയും ഓതുകയും ഒക്കെ ചെയ്യുന്നവര്. ഈ ഖുർആൻ മൊത്തം ഇവിടെ നിന്ന് നശിപ്പിച്ചു കളഞ്ഞാലും ലോകാവസാനം വരെ ഈ ഖുർആൻ നിൽക്കും. ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഖുർആനുണ്ട്. ഒരുപാട് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ഖുർആൻ സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എല്ലാ വർഷവും റമദാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വരും, റസൂലിന്റെ അടുത്തിരിക്കും, ഇങ്ങനെ ഖുർആൻ മനഃപ്പാഠം റസൂലിനെ കൊണ്ട് ഓദിക്കും. എവിടെയെങ്കിലും ഒരു ഹർക്കത്തിന്, ഒരു വള്ളിക്കോ ഒരു പുള്ളിക്കോ എന്തിനെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനാണ്. അപ്പൊ 23 വർഷക്കാലം കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആനിന്റെ അവതരണം പൂർണ്ണമായത് എങ്കിൽ ഈ 23 വർഷക്കാലവും ജിബ്രീൽ അലൈഹിസ്സലാം റമദാനിൽ വന്നിട്ടുണ്ട്. അവസാനത്തെ വർഷം 2 പ്രാവശ്യം വന്നു. റസൂലിന്റെ ഹൃദയത്തിൽ നിന്നാണ് റസൂൽ ഓതി കൊടുക്കുന്നത്. 2 പ്രാവശ്യം വന്ന് ഒരു തെറ്റുമില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഈ അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ ലോകത്തോട് വിട പറഞ്ഞത്. നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ റസൂലിന്റെ ഖൽബ് മുഴുവൻ ഖുർആനാണ്. റസൂലിന്റെ ജീവിതം മുഴുവൻ ഖുർആനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ ഖുലുഖുൽ ഖുർആൻ, അദ്ദേഹത്തിന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ഖുർആൻ മനഃപ്പാഠമുണ്ട്. ചില ആളുകളൊക്കെ മനഃപ്പാഠമാക്കിയത് മറന്നുപോയിട്ടില്ലേ? ഇല്ലേ? വീണ്ടെടുക്കണം. അത്
വീണ്ടെടുക്കാനുള്ള സമയമാണിത്. വീണ്ടും ആവർത്തിച്ച് ഓതിയിട്ട് ആ മറന്നുപോയതും നഷ്ടപ്പെട്ടു പോയതും വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാകണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ മറന്നു എന്ന് പറയാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ മറപ്പിക്കപ്പെട്ടു എന്നാണ്. കാരണം ശൈത്വാനിനാൽ മറപ്പിക്കപ്പെടുന്നതാണത്. അപ്പൊ അതിന്റെ രണ്ടാമത്തെ കാര്യം അതാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം വേഗം പോവാം കേട്ടോ. മൂന്നാമത്തത്, അതിന്റെ അവതരണത്തിന് ഒരു ലക്ഷ്യമുണ്ട്. വെറുതെ കൊണ്ട് അവതരിച്ചതൊന്നുമല്ല ഖുർആൻ. അതിന്റെ അവതരണത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം തീർച്ചയായും ഈ ഖുർആൻ ഏറ്റവും ചൊവ്വായതിലേക്ക് വഴി കാണിക്കുന്നതാണ്. ഏറ്റവും നല്ലതിലേക്ക് വഴി കാണിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. ലോകത്ത് മനഃപ്പാഠമാക്കുന്ന ഈ വിധത്തിലുള്ള ഒരു ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ, ലോകത്തെ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്നത് ബൈബിൾ ആണെങ്കിലും ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്നത് ഖുർആനാണ്. പക്ഷെ അച്ചടിക്കപ്പെടുന്ന ബൈബിളെ ആരും കാണാതെ പഠിക്കണില്ല. ഖുർആൻ മാത്രമേ കാണാതെ പഠിക്കുന്നു. ഇതിന്റെ അവതരണത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുമ്പോൾ ഈ ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഇത് സന്മാർഗത്തിലേക്ക് നിങ്ങൾക്ക് മാർഗം വഴി കാണിച്ചു തരുന്നതാണ്. അപ്പൊ സത്യവും അസത്യവും മനസ്സിലാക്കി തരുന്നു, ധർമ്മവും അധർമ്മവും മനസ്സിലാക്കി തരുന്നു, നീതിയും സഹിഷ്ണുതയും മനസ്സിലാക്കി തരുന്നു, നീതിയും അനീതിയും മനസ്സിലാക്കി തരുന്നു. എല്ലാവിധത്തിലുള്ള അധർമ്മങ്ങള് ഗുലുമാത്തുകൾ എന്ന് ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നു. എന്നാൽ വിശുദ്ധ ഖുർആനിനെ ഖുർആൻ പറയുന്നത് നൂർ എന്നാണ്, ഫുർഖാൻ എന്നാണ്. അപ്പോ നൂർ എന്ന് പറയുമ്പോൾ വെളിച്ചമാണ്, വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റേത് ഇരുട്ട് എന്ന് ഉൽമിന് അർത്ഥമുണ്ട്. ഉലുമാത്തിന് ഇരുട്ടെന്നും അധർമ്മങ്ങൾ എന്നും അക്രമങ്ങളും എന്നും അർത്ഥമുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഒരുപാട് അക്രമങ്ങളും അനീതികളും അധർമ്മങ്ങളും തന്തോദിത്തരങ്ങളും വൃത്തികേടുകളും ഒക്കെ നിലകൊള്ളുന്ന ഒരു കാലഘട്ടത്തിൽ സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും ഉദാത്തമായ ഭാവങ്ങളെ ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നു. അതിനുവേണ്ട ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് കഥകളും ഒരുപാട് കാര്യങ്ങളും അള്ളാഹു വേദപുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു. നമുക്കതിൽ എത്രത്തോളം അറിയാം എന്നതൊരു വസ്തുതയാണ്. ആയിരക്കണക്കിന് ചരിത്രങ്ങളും കഥകളും ഉൾക്കൊള്ളുന്ന വേദപുസ്തകത്തിലെ 6000-ൽ പരം വചനങ്ങളിൽ എത്രത്തോളം ആയത്തുകൾ എന്റെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ സ്വാധീനിച്ച ഒരായത്ത് പറയാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഏതിനെ തിരഞ്ഞെടുക്കും? നിങ്ങളുടെ ഹൃദയത്തെ അങ്ങനെ ഒരു ആയത്ത് സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് കൂടി ആലോചിക്കും. ഇല്ലെങ്കിൽ അതൊരു കഷ്ടമാണ്, ഇല്ലെങ്കിൽ അതൊരു നഷ്ടവുമാണ്. അങ്ങനത്തെ ഒരു തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ ഒരു മാസത്തെ തന്നത്. അതിങ്ങനെ വയറ് നിറഞ്ഞിരിക്കുമ്പോൾ ഒരിക്കലും പറ്റൂല. അതുകൊണ്ട് വയറൊക്കെ കുറച്ചൊക്കെ ഭക്ഷണമൊക്കെ കുറച്ച് ചിന്തകളെ എങ്ങനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പിടിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഇതിനെ ഉൾക്കൊള്ളാനാകുന്നുണ്ട് എന്നതാണ്. മാത്രമല്ല ഖുർആൻ ഈ അവതരണ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ അത് പ്രാപ്യമാകുമോ, അത് അങ്ങനെയൊക്കെ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ വേവലാതിപ്പെടുന്നിടത്ത് അല്ല പറയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. വലഖദ് യസ്സർനൽ ഖുർആൻ, ഖുർആനിനെ തീർച്ചയായും നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു. ലിദ്ദിക്ർ, അത് ശരിക്കും ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. എന്തിനാണ് ഖുർആനിനെ എളുപ്പമുള്ളതാക്കിയത്? ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ചിന്തിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ എപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്? എന്താണ് നമ്മൾ ചിന്തിക്കുന്നത്? ചിന്തയില്ലാത്ത ഒരു സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ല. ഉണ്ടോ? ഇപ്പൊ തന്നെ നിങ്ങൾ പലതും ചിന്തിക്കുന്നുണ്ടാവും ചിലപ്പോ, അല്ലെ? അതാണ്. പക്ഷെ ഖുർആനിനെ കുറിച്ച് എപ്പോഴാ ചിന്തിച്ചത്? അല്ലെ ഖുർആനിൽ ഒരു ആയത്ത് കേട്ടിട്ട് എപ്പോഴാ ചിന്തിച്ചത്? ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് നിർദ്ദേശങ്ങളില്ലേ? നമ്മളിങ്ങനെ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറിയ സൂറത്തിലെ എപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആയത്തിൽ നമ്മളോട് പറയുന്നില്ലേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ, നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, നിങ്ങൾ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ? ഈ നോക്കുന്നില്ലേ എന്ന് കേട്ടിട്ട് ഞാനൊന്ന് ഒരു ഒട്ടകത്തെ ഒന്ന് നോക്കട്ടെ എന്ന് ആർക്കെങ്കിലും തോന്നിയോ? അങ്ങനെ പഠിച്ചവൻ പലതും പറയും. അതൊക്കെ ഇങ്ങനെ ഓതിപ്പോവാനുള്ളതാണ്. എന്നിട്ട് നമ്മൾ പഠിച്ചവരോട് ചോദിക്കുകയാണ്, ഏത് നോക്കണില്ലേന്ന്, അല്ലേ? നമ്മളിങ്ങനെ ഓതി, നമ്മളിങ്ങനെ ആ കാര്യം തന്നെ ഞാൻ ഇതിനെ
കുട്ടികൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മളിങ്ങനെ കടയിൽ നിന്ന് വല്ല സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. ആ സാധനങ്ങളുടെ ലിസ്റ്റ് മുഴുവനും കൊടുത്തു. പിന്നെ ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുവരാൻ പറഞ്ഞ് നമ്മുടെ കുട്ടിയെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് മുഴുവൻ അവൻ അവിടെ പോയി വായിച്ചു. അവന് അങ്ങനെ തന്നെ കൊണ്ട് തിരിച്ചു വന്നു. എങ്ങനെ ഉണ്ടാവും? ഇതല്ലേ ഇപ്പൊ നടക്കുന്നത്. ലിസ്റ്റ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ വായിക്കുന്നു. അള്ള പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ അള്ളാഹ്ക്ക് അങ്ങോട്ട് വായിച്ചു കൊടുക്കുന്നു. ആ വായിച്ചു കൊടുക്കുന്നതല്ലാതെ നിങ്ങൾ നോക്കുന്നില്ലേ ആകാശത്തിലേക്ക്? എങ്ങനെയാണ് അത് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ അതിപ്പോ ഞാൻ നോക്കിയാൽ എങ്ങനെ മനസ്സിലാവാനാണ്? എന്നാ പിന്നെ നോക്കണ്ട. അതാണ്, നിങ്ങൾ നോക്കുന്നില്ലേ ഒട്ടകത്തിലേക്ക്, അതിനെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്? അത് ഒട്ടകമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിങ്ങനെ നോക്കിയാൽ, ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഒട്ടകത്തെ കാണുള്ളൂ. അതിന്റെ സൃഷ്ടിപ്പിന്റെ, അതിൽ അടങ്ങിയിരിക്കുന്ന യുക്തിയുടെ, പടച്ച തമ്പുരാന്റെ അത്ഭുതമായ സൃഷ്ടി വൈഭവത്തെ മനസ്സിലാക്കാൻ സാധ്യമല്ല. നമ്മളിങ്ങനെ പഠിക്കേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒട്ടകം അടിച്ചു കൊടുത്താൽ കിട്ടൂലേ അതിന്റെ പൂർണ്ണ വിവരങ്ങള്? അതിനുപോലും ശ്രമിക്കാത്ത ഒരു മനുഷ്യൻ എന്തറിവും എന്ത് തിരിച്ചറിവുമാണ് ഈ വേദപുസ്തകത്തിൽ നിന്ന് അവന് ലഭ്യമാകുന്നത്. എനിക്ക് എപ്പോഴും തോന്നും, ഈ വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്നത് ഖുർആൻ 4 വട്ടം ആവർത്തിച്ച് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ചായ കുടിച്ചുറങ്ങാൻ പാടില്ല, ചായ കുടിക്കാത്ത എന്നെ കുറിച്ച് ആലോചിക്കണം കേട്ടോ. അതുകൊണ്ട് കൈ കുത്തു കൊടുക്കരുത്, കാല് നീട്ടി വെക്കരുത്, ഇതൊന്നും ചെയ്യാൻ പാടില്ല. ഞാനാണെങ്കിൽ നേരം വെളുത്ത് തുടങ്ങിയിട്ട് പരാക്രമം കാണിച്ച് ഓടി പണിയെടുത്തോണ്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് ഓടിയിട്ട് എനിക്ക് വേറെ കുറെ കാര്യങ്ങളുണ്ട്. ഇന്ന് 3 ക്ലാസ്സാണുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ചൊന്ന് ഓർക്കണം അവിടെ ഇരുന്നത്. ഓക്കെ? എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞതിന്റെ ഇടയിൽ നിങ്ങൾ ഉറങ്ങിയ പഠിച്ചോ കുറ്റം കിട്ടും. അതുകൊണ്ടാണ് എല്ലാരും ഉറങ്ങിയിട്ടല്ല കേട്ടോ. എനിക്ക് ചിലരുടെ കണ്ണിന് അവരിങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞപ്പോ ചിന്തയിലാണ്ടതായിരിക്കാം കേട്ടോ. എന്തായാലും ശ്രദ്ധിച്ചോട്ടെ. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കൂടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഉറങ്ങിയില്ല, ആരും ഉറങ്ങിയിട്ടില്ല, ചിന്തിക്കണം. അതുകൊണ്ട് കണ്ണുറന്ന് ചിന്തിക്കണം. ഇപ്പൊ പറഞ്ഞത് നിങ്ങൾ കണ്ണടച്ച് ചിന്തിക്കേണ്ടപ്പോഴാ വീട്ടിൽ പോയിട്ട്. ഓക്കെ? അപ്പൊ പറഞ്ഞു വന്നത് സൂറ അൽ ഖമറിലാണ് 4 പ്രാവശ്യം ഖുർആൻ പറഞ്ഞത് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ എന്നത്. ഞാനതിങ്ങനെ പഠിച്ചു നോക്കുമ്പോൾ, നിങ്ങൾക്കും പഠിച്ചു നോക്കാം, നിങ്ങൾക്കും വായിച്ചു നോക്കാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 സമൂഹത്തിന്റെ നാശത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഓരോ സ്ഥലത്തും എടുത്ത് പറയണത് ആദ്യ സമൂഹ ഗോത്രത്തിന്റെയും പിന്നെ എന്താണ് നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഒക്കെ ജനതയുടെ നാശത്തെ കുറിച്ച് പറയുന്നിടത്ത് ഖുർആൻ ഇങ്ങനെ പറയണം. ഓരോന്നും ഓരോ ചരിത്രവും പറഞ്ഞറിയുമ്പോഴാണ് വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ, തീർച്ചയായും ഖുർആനിനെ നാം എളുപ്പമുള്ളതാക്കിയിരിക്കുന്നു ചിന്തിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ എന്തേ ചിന്തിക്കാത്തത് എന്ന്. അപ്പൊ എന്താണ്? ചിന്തിക്കാത്ത, മനസ്സിലാക്കാത്ത, പ്രവാചക അധ്യാപനങ്ങൾ ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പ്. നിങ്ങൾ അത്തരത്തിലുള്ള നാശഗർത്തങ്ങളിലേക്ക് പോകാതിരിക്കാൻ നിങ്ങൾ ഈ വേദപുസ്തകത്തെ തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന നിർദ്ദേശമാണ് ഖുർആൻ അതിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ട് തന്നെ ആ വിധത്തിൽ അതിനെ ഉൾക്കൊള്ളുക എന്നതാണ്. 4-മതായിട്ട് അള്ളാഹു ഇതും ഈ ഒരു ലക്ഷ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഥാർത്ഥ ലക്ഷ്യം അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. ഖുർആനിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന ആയത്തുകൾ ജീവിതത്തിൽ പകർത്തിയിട്ടാണ് തന്റെ സമൂഹത്തിന് അത് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് നമുക്കറിയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളും അത് ജീവിതത്തിൽ പകർത്തിയിട്ടാണ് അവര് ജീവിച്ചത് എന്ന് നമുക്കറിയാം. ഒരു സമൂഹത്തെ അല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പ്രഖ്യാപിച്ചു. ആ സമൂഹം ഖുർആനിന്റെ നേർ സാക്ഷികളായിരുന്നു എന്ന് നമ്മൾ പഠിക്കും. അന്ന് 23 വർഷക്കാലം കൊണ്ടാണ് അവർക്ക് ഈ ഖുർആൻ ഇങ്ങനെ കിട്ടിയത് എങ്കിൽ നമുക്കിത് മുഴുവനായും കിട്ടി അല്ലെ? മുഴുവനായിട്ട് കിട്ടിയപ്പോ നമുക്ക് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ മറന്നു പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആനിനെ അത്രമേൽ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പഠിക്കുക. എന്ത് തന്നെ തിരക്കാണെങ്കിലും ഖുർആൻ പഠിക്കാനുള്ള സമയവും സന്ദർഭവും നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത് ഏറ്റവും ആധികാരികമായ സ്രോതസ്സിൽ നിന്നായിരിക്കണം പഠിക്കേണ്ടത്. ഇന്ന് ഖുർആൻ പഠനത്തിന് ഒരുപാട് വഴികളുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ ആധികാരികമാണോ എന്ന് എനിക്കറിയില്ല.
കുറെയൊക്കെ അങ്ങനെയാണ്, പലതും ചിലതൊന്നും അങ്ങനെയല്ല, കുറെയൊക്കെ അങ്ങനെയാണ്. പക്ഷെ അതൊരു മനഃപ്പാടത്തിന് വേണ്ടി മാത്രം ആകരുത്. അതിലൂടെ നമ്മൾ ഒരായത്തിന്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ അതിന്റെ പിറകെ കൂടണം. തല എന്ന് പറഞ്ഞാൽ പിന്തുടരുക എന്നാണ്. യജ്ലു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിലാവത്ത് എന്ന് പറഞ്ഞാൽ പാരായണം മാത്രമല്ല, അതിന്റെ പിറകെ കൂടണം. അതുകൊണ്ടാണ് നീ ഖുർആൻ പാരായണം ചെയ്താൽ അതിനെ പിന്തുടരുക. അതിനെ വിശദീകരിച്ച് തരിക എന്നത് എന്റെ ബാധ്യതയാണെന്നാണ്. അപ്പൊ അതിന്റെ പിറകെ കൂടാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ ഒരു ആയത്തിനെ പഠിക്കാൻ, ഒരായത്തിന്റെ പിറകെ കൂടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഹത്തം തീർന്നില്ലല്ലോ എന്ന വേവലാതി ഒന്നും നിങ്ങൾക്ക് വേണ്ട. അതിനുവേണ്ടി നിങ്ങൾ ഇരിക്കുന്ന സമയവും അതിനുവേണ്ടി നിങ്ങളുടെ ചിന്താമണ്ഡലത്തെ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് സജ്ജമാക്കുന്നതും അതിൽ നിന്ന് നിങ്ങൾക്ക് ഗ്രഹിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളും തന്നെ മതി പടച്ച തമ്പുരാന്റെ അടുക്കലേക്ക് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി. ഖുർആനുമായി ബന്ധപ്പെട്ട ഞാൻ ആദ്യം ഓതിയ ആയത്ത് യാ അയ്യുഹന്നാസ്, ലോകത്തെ എല്ലാ മനുഷ്യരെയും അള്ളാഹു വിളിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശം നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. മനുഷ്യ മനസ്സുകൾക്ക് ശമന ഔഷധവും വന്നു കിട്ടിയിരിക്കുന്നു. എന്താ ഈ മനുഷ്യ മനസ്സുകൾക്ക് ശമന ഔഷധം എന്ന് പറയുന്നത് എന്നാലോചിച്ച് നോക്കുക. മനുഷ്യന്റെ മനസ്സിലാണ് പകയുണ്ടാകുന്നത്, മനുഷ്യ മനസ്സുകളിലാണ് കാപട്യം ഉണ്ടാകുന്നത്, ചതിയും വഞ്ചനയും ഒക്കെ രൂപപ്പെടുന്നത് മനുഷ്യ മനസ്സുകളിലാണ്. അതിനുള്ളൊരു ശമന ഔഷധമാണ് ഖുർആൻ എന്ന് പറയുമ്പോൾ, ഖുർആനെ ഇങ്ങനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് ആരോടാണ് ഇത്തരത്തിലുള്ള പകയുണ്ടാകുന്നത്? ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയേണ്ട ഒരു സമയമല്ലേ ഇത്? ആണോ? പണ്ഡിതനായ ഒരാൾ, മഹാപണ്ഡിതനായ ഒരാൾ, അദ്ദേഹത്തിന് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുമ്പോൾ ആരെങ്കിലും ഒരാളെ കൂടെ ഉണ്ടാകണം. ആരെങ്കിലും ഒരാളെ വിളിച്ച് കൂടെ ഇരുത്തിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഒരു ദിവസം ആരെയും കിട്ടിയില്ല. അദ്ദേഹത്തിന് ഭയങ്കര വിഷമമായി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു സഞ്ചാരി, വൃദ്ധനായ ഒരു സഞ്ചാരി പോകുന്നു. ആ സഞ്ചാരിയെ കൂടെ വിളിച്ച് അദ്ദേഹത്തിന് സന്തോഷമായി. പറഞ്ഞു, എല്ലാ ദിവസവും ഞാൻ ആർക്കെങ്കിലും ഭക്ഷണം കൊടുക്കാറുണ്ട്, ഞാൻ പങ്കുവെച്ചാണ് കഴിക്കാറുള്ളത്. ഇന്ന് ഒരാളെയും കിട്ടാതെ കാത്തിരിക്കുകയായിരുന്നു, താങ്കളെ എൻ്റെ മുമ്പിൽ കിട്ടിയത് നന്നായി എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഭക്ഷണം വിളമ്പി കൊടുത്തു. ആ മനുഷ്യൻ ഭക്ഷണം എടുത്ത് കഴിച്ചപ്പോൾ ബിസ്മി ചൊല്ലാൻ മറന്നുപോയി. ഈ പണ്ഡിതനായ വ്യക്തിക്ക് ഒട്ടും അത് ഇഷ്ടപ്പെടുത്തിയില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഭക്ഷണ പാത്രം എടുത്തു മാറ്റി. ഇത്രമേൽ മഹത്തരമായ ഒരു അനുഗ്രഹം ലഭിച്ചിട്ട് അള്ളാഹുവിനെ ഓർക്കാതെ ഭക്ഷണം കഴിച്ചത് എനിക്ക് ഇഷ്ടമായില്ല, നിങ്ങൾക്ക് അതുകൊണ്ട് ഭക്ഷണം. ആ മനുഷ്യൻ അവിടുന്ന്, ആ വൃദ്ധനായ സഞ്ചാരി പുഞ്ചിരിച്ചു കൊണ്ടിറങ്ങി. ഇറങ്ങിയിട്ട് പറയുന്നുണ്ട് അദ്ദേഹം, എൻ്റെ വിശപ്പിന്റെ കാഠിന്യത്താൽ ഞാൻ ബിസ്മില്ല പറയാൻ മറന്നുപോയതാണ് എന്ന്. അവിടുന്ന് കുറച്ചുകൂടി നടന്നിട്ട് ആകാശ ലോകത്തേക്ക് കണ്ണയച്ച അദ്ദേഹം പറഞ്ഞു, യാ റബ്ബ്, അല്ലാഹുവേ, എന്റെ രക്ഷിതാവേ, നിന്നെ ധിക്കരിക്കുന്ന എത്രയോ ആളുകൾക്ക് നീ ആഹാരം കൊടുക്കുന്നുണ്ട്. ഞാൻ ഹംലത്തിനെ കാണില്ല, ഹംലത്തിന്റെ തലം കൊണ്ട് തിരിച്ചു വെച്ചേ. എന്റെ രക്ഷിതാവേ, നിന്നെ ധിക്കരിക്കുന്ന, നീ ഇല്ലെന്ന് പറയുന്ന എത്രയോ ആളുകൾക്ക് നീ ആഹാരം കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് നിന്നിലുള്ള വിശ്വാസം ഇല്ലാതെയായിട്ടില്ല. ആ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. എനിക്ക് നിന്നിലുള്ള വിശ്വാസം ഇല്ലാതെയായിട്ടില്ല. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുക, എത്രയൊക്കെ എങ്ങനെയൊക്കെ മനുഷ്യൻ അല്ലാഹുവിലേക്ക് അടുത്താലും മനുഷ്യന്റെ മനസ്സിൽ നിന്ന് നമ്മൾ ആരെയൊക്കെയാണ് ഇറക്കി വിട്ടത്? ആരെയൊക്കെയാണ് കാരണം കൂടാതെ കളഞ്ഞത്? ആരോടൊക്കെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള വാശിയും പകയും ഒക്കെ ഉള്ളത്? അങ്ങനെ കൊണ്ട് നടക്കുന്ന ഒരു ഹൃദയത്തിന് എങ്ങനെയാണ് ഒരു നോമ്പ് സാധ്യമാകുന്നത്? പലപ്പോഴും എല്ലാ കർമ്മങ്ങൾക്ക് മുമ്പിലും നമുക്ക് കുറച്ച് സാവകാശവും ഒരു സമയവും അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കവും ഒക്കെ ഉണ്ട്. റമദാനിനും അത്തരത്തിലുള്ള ഒരുക്കങ്ങളില്ലേ എന്നാലോചിച്ച് നോക്കുക. അത് മനസ്സകം ശുദ്ധീകരിക്കലാണ്. എല്ലാവരും ഇപ്പോൾ വീടകങ്ങൾ ശുദ്ധീകരിക്കുകയും നോമ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയും ഒക്കെ ഭയങ്കര ധൃതി പിടിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിലുള്ള നമുക്കും ഇതേപോലെ ഒരുപാട് സന്ദർഭങ്ങൾ, ദേഷ്യം, കോപം, അത്തരത്തിലുള്ള പല വിധത്തിലുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. പക്ഷെ നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചും മാറ്റിയും ഇല്ലായ്മ ചെയ്തും നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ട ഒരു സമയമാണ് ഷഅബാൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചു. അതുകൊണ്ടാണ് പകയൊഴിഞ്ഞ മനസ്സുകളിലാണ് കുളിർത്തന്നലായി ആശ്വാസമായി ഈ വിശുദ്ധ വേദം നിറഞ്ഞു നിൽക്കുകയും ഈ റമദാനിന്റെ അനുഗ്രഹങ്ങൾ വേരുപിടിക്കുകയും ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളും ഇതേപോലെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മാസം കൂടിയാണ്. അതുകൊണ്ടല്ലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നല്ല വാക്കുകളും നല്ല പ്രവർത്തനങ്ങളും ഇല്ല എങ്കിൽ മോശം വാക്കുകളും മോശം പ്രവർത്തനങ്ങളും ഒരാൾ വേണ്ടെന്ന് വെക്കുന്നില്ല എങ്കിൽ തന്റെ ഭക്ഷണവും പാനീയവും അവൻ ഉപേക്ഷിക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്നാണ്. എന്റെ ചിന്തകളെ, എന്റെ വാക്കുകളെ, എന്റെ പ്രവർത്തനങ്ങളെ അബദ്ധങ്ങൾ പറ്റിയേക്കാം. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ ചിന്തിച്ചും മനസ്സിലാക്കിയും ഉൾക്കൊണ്ടും അതിലേക്ക് മനസ്സിനെ ചേർത്ത് വെച്ചും പഠിച്ച തമ്പുരാന്റെ പ്രതിഫലങ്ങൾ ഒട്ടും നഷ്ടപ്പെടാതെ ഈ റമദാനിന്റെ പെട്ടെന്ന് തീർന്നു പോകുമെന്ന് നമുക്കറിയാം. നമുക്കതിനെ ചേർത്ത് പിടിക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് അല്ലയോ മനുഷ്യരെ, തീർച്ചയായും നിങ്ങൾക്ക് വന്നെത്തിയിട്ടുണ്ട് അല്ലാഹുവിൽ നിന്നുള്ള സദുപദേശം. മനുഷ്യ മനസ്സുകൾക്കുള്ള ശമന ഔഷധവും സിദ്ധൌഷധവുമാണത്. അത് സന്മാർഗ ദർശനമാണ്. സത്യവിശ്വാസികൾക്ക് അത് കാരുണ്യമാണെന്നാണ്. ഈ കാരുണ്യമൊക്കെ പറയാൻ എനിക്ക് സമയമില്ല. റബ്ബിന്റെ കാരുണ്യം മാത്രം മതി നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ. റബ്ബിന്റെ കാരുണ്യം, ആ കാരുണ്യത്തിന് ഒട്ടനേക തലങ്ങളുണ്ട്. ആ തലങ്ങളെ കുറിച്ച് ഖുർആൻ വ്യത്യസ്ത ഇടങ്ങളിൽ ചരിത്രമായി വിവരങ്ങളായി ഒക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അവിടേക്ക് പോകാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങൾ വിടുന്നു കേട്ടോ. കുൽ നബിയെ, താങ്കൾ പറഞ്ഞേക്കണം, അള്ളാഹുവിന്റെ അനുഗ്രഹമാണത്. ഏത്? ഹൃദയ രോഗങ്ങൾക്കുള്ള ശമനൌഷധമായും അള്ളാഹുവിന്റെ ഉപദേശമായും ഇത് സന്മാർഗ ദർശനമായും കാരുണ്യമായും ലഭിച്ചു എന്നത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അവന്റെ കാരുണ്യം കൊണ്ടുമാണ് അത് നിങ്ങൾക്ക് ലഭ്യമായത്. അതുകൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്നാണ്. ഖുർആൻ കിട്ടിയതിന്റെ സന്തോഷ ആഹ്ലാദത്തിന്റെ സമയമാണ് റമദാൻ. റമദാനിന്റെ രാപ്പകലുകളെ എങ്ങനെ സജീവമാക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ അടക്കം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് അത് ഉറങ്ങി തീർക്കാനുള്ളതല്ല, അത് പലഹാരങ്ങൾ പാചകം ചെയ്ത് പരീക്ഷിക്കാനുള്ളതല്ല, അതിങ്ങനെ അങ്ങാടി തോറും നടക്കാനുള്ളതല്ല. സമയത്തെ കൃത്യമായി വിനിയോഗിച്ചുകൊണ്ട് ഈ വേദം കിട്ടി എന്നതിന്റെ പേരിൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക. ആ സന്തോഷത്തിന്റെ ആഹ്ലാദം അതിങ്ങനെ ആഘോഷങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ഹൃദയത്തിലേക്ക് ആ ഖുർആനിന്റെ വചനങ്ങളെ ചേർത്ത് പിടിച്ച് തിരിച്ചറിവും ബോധ്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അൽഹംദുലില്ലാഹ് ഒരു റമദാൻ സാർത്ഥകമാക്കാൻ നമുക്ക് സാധ്യമാകും എന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാകണം. നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാനും സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ജീവിതത്തെയും നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഓരോ സമയത്തെയും ഉപയോഗപ്പെടുത്താനും പണിയെടുക്കുമ്പോഴും നമുക്ക് ദിക്ർ ചൊല്ലാം. പക്ഷെ അതിനൊരു ശീലം ഉണ്ടാകണം. അല്ലെങ്കിൽ എന്തുണ്ടാകും? നമ്മൾ മറന്നുപോകും. മറന്നുപോയാലും കുഴപ്പമില്ല, വേറെ പല വിചാരങ്ങളായിട്ട് ഇങ്ങനെ എന്തൊരു പാടായിപ്പോയി അങ്ങനെ പണിയെടുക്കാറില്ലേ? പാത്രം നാളെ ഏറെ അങ്ങോട്ട് സിങ്കിലേക്ക് ഇങ്ങോട്ടൊരു തട്ട്, ഇതൊക്കെ ആയ പിന്നെ ആ നോമ്പിന് വല്ല പ്രതിഫലം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഇബാദത്താണ്. നിങ്ങളൊരു കപ്പ് കാപ്പി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ടോ? ഇബാദത്താണ്. നമ്മളെടുക്കുന്ന എത്ര എത്ര പണികളുണ്ട് ഇല്ലേ? ഒരാൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവും. ഇതിനൊക്കെ എവിടെന്നെങ്കിലും ഒരു കൂലി കിട്ടണ്ടേ? കിട്ടണം. അത് കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷെ എന്തായിരിക്കണം? നീയത്ത് നല്ലതായിരിക്കണം. എത്ര കാലമായി എന്റെ തന്നെ ഞാനിങ്ങനെ എനിക്ക് മാത്രം എന്തൊക്കെ വാക്കുകളാണ് നമ്മൾ പറയാറുള്ളത്. നമ്മൾ ഒരിക്കലും ആലോചിക്കണില്ല. ഇത് കിട്ടിയതൊക്കെ ഉണ്ടാക്കാൻ പറ്റണത് ഇല്ലേ? കിട്ടാത്ത സമൂഹങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞു പൈതങ്ങളെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കുഞ്ഞു പൈതങ്ങളുടെ സങ്കടങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
മണ്ണ് വാരി തിന്നെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവര്, അവരെ വെച്ച് നോക്കുമ്പോൾ പഠിച്ച തമ്പുരാനെ അൽഹംദുലില്ലാ ഓരോ സമയത്തും നമ്മളിത് പറയാൻ ബാധ്യസ്ഥരല്ലേ. റമദാനിലെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധ്യമാക്കണം എന്നതാണ് പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് തന്നെ സമയത്തെ കൃത്യമായി ഉപയോഗപ്പെടുത്തുക. ഒന്നിങ്ങനെ കൊണ്ട് കഴിയുമ്പോൾ തന്നെ പഠിച്ചോനെ ഒന്ന് കഴിഞ്ഞല്ലോ, അടുത്തത് എനിക്ക് വീണ്ടെടുക്കണം എന്നതാവണം. അറ്റെത്തിയിട്ട് ഒന്ന് എത്ര വേഗം കഴിഞ്ഞു ഒന്നും അങ്ങോട്ട് വിചാരിച്ചപ്പോഴായില്ല, അങ്ങനെ ആവും. അൽഹംദുലില്ലാ എന്തെങ്കിലുമൊക്കെ ആവട്ടെ പഠിച്ചോനെ. കുറെയൊക്കെ ഇസ്തിഗ്ഫാറിന്റെ മാസമാണത്, കാരുണ്യത്തിൻ്റെതാണ്. അതിന്റെ അവസാനത്തെ പത്തുകളെ സജീവമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. സജീവമാക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അത്രമേൽ ഭക്തിയും അത്രമേൽ ശ്രദ്ധയോടും കൂടി നമുക്ക് വന്നിരിക്കേണ്ട ഒരിടമാണ് പള്ളി. അവിടെ വേറൊരു വാക്കുകളും വേറെ എന്തെങ്കിലും സംസാരങ്ങളോ അങ്ങനെയൊന്നുമല്ല. നല്ലത് നമുക്ക് പറയാം, നല്ലത് കേൾക്കാം, നല്ല വചനങ്ങളാവാം. നന്മയിൽ അധിഷ്ഠിതമായ കർമ്മങ്ങളോടുകൂടി ആ രാവിനെ സജീവമാക്കാൻ നമുക്ക് സാധ്യമാകണം. അതുകൊണ്ടാണ് റംസാനിന്റെ അവസാനത്തെ പത്തിനെ സജീവമാക്കാനുള്ള ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, എൻ്റെ മുമ്പിൽ അതിൻ്റെ ഒരു നേർസാക്ഷി ഇരിപ്പുണ്ട്. എന്ന് വെച്ചാൽ അള്ളാഹുവിനോട് ഇങ്ങനെ അത്രമേൽ പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചെടുത്ത എപ്പോ അവസാനത്തെ പത്തിൽ ജീവിതത്തിന്റെ ഗതി തന്നെ അങ്ങോട്ട് മാറുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ജീവിതത്തിന്റെ ഗതി തന്നെ അങ്ങോട്ട് മാറുന്ന ഒരു സന്ദർഭം എന്ന് പറയുന്നത്, പടച്ചോനോട് ചോദിച്ചാൽ പടച്ചോൻ തരാതിരിക്കുമോ? അള്ളാഹുവിന്റെ വാതിലുകൾ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്ന സമയമല്ലേ. പടച്ച തമ്പുരാൻ അത്രമേൽ നമ്മളെ അങ്ങോട്ട് ചേർത്ത് പിടിക്കും. പക്ഷെ നമുക്ക് അത്രമേൽ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടാവണം, നമുക്കൊരു വാശി ഉണ്ടാവണം. എൻ്റെ റബ്ബ് എനിക്ക് തരുമെന്നും എനിക്ക് കിട്ടണമെന്നുള്ള നിർബന്ധത്തിൽ നമ്മൾ ചോദിച്ചാൽ പടച്ച തമ്പുരാൻ എന്തൊരു ഇഷ്ടമാണെന്ന് അറിയാം. അതുകൊണ്ടാണ് അതിനെ സജീവമാക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് പറയുന്നത്. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഈ വാക്കുകളൊക്കെ നിങ്ങളുടെ കൽബിൽ ഇങ്ങനെ ചേർത്ത് വെക്കണം. വെറുതെ ഇങ്ങനെ ഒരു ഓതിപ്പോക്ക് ആവരുത്. മലക്കുകളും ജിബ്രീൽ അലൈഹിസ്സലാമയെ മുഴുവനും ഇറങ്ങി വരുന്നതാണ്. എത്ര മലക്കുകളുണ്ട്? 70,000 മലക്കുകൾ ഡെയിലി ആകാശ ലോകത്തെ പള്ളിയിൽ ബൈത്തുൽ മഖ്മൂറിൽ നിസ്കരിച്ചു പോകുന്നു ഓരോ ദിവസവും. മലക്കുകൾ മുഴുവനും, ഒരു മലക്ക് പോലും പിന്നീട് അങ്ങോട്ട് വരുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുക, എത്ര 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 മലക്കുകൾ. ആ മലക്കുകളുടെ നേതാവായിട്ടുള്ള ജിബ്രീൽ അലൈഹിസ്സലാമയും മലക്കുകളും വിശുദ്ധ ഖുർആനിന്റെ അവതരണത്തിന് തുടക്കം കുറിച്ച റമദാൻ മാസത്തിലെ അവസാനത്തെ പത്തിലെ ഒറ്റയായ ഏതോ ഒരു രാവിലെ കൊണ്ട് ഇറങ്ങുന്നു. മാത്രമല്ല അവരുടെ രക്ഷിതാവിന്റെ അനുമതി പ്രകാരം മിൻകുല്യം എല്ലാ കാര്യത്തെക്കുറിച്ചും അന്ന് തീരുമാനിക്കപ്പെടുന്നുള്ളതാണ്. എല്ലാ കാര്യവും. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ലേ? ഉണ്ട്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വസ്ത്രം, നമ്മുടെ ഉപജീവനം, നമ്മുടെ മറ്റു കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നതും മറ്റുള്ള കാര്യങ്ങളും, നമ്മുടെ ആയുസ്സും അന്നവും ഒക്കെ അള്ളാഹു എല്ലാ ഖദറും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് എന്താ പ്രത്യേകത? അന്ന് അതിനെ അള്ളാഹു വീണ്ടും പുതുക്കും. ഈ പുതുക്കുന്ന സമയത്ത് സജീവമായ നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാകുമ്പോൾ പടച്ച തമ്പുരാന്റെ ഒരു ഇടപെടൽ ഉണ്ടാകും. അതിനകത്ത് ഉറപ്പായിട്ടും അതിനു വേണ്ടിയിട്ട് നിതാന്ത ജാഗ്രതയോടുകൂടി ചോദിക്കാൻ. അപ്പൊ അത് ഒരു നിമിഷമാണോ? അങ്ങനല്ല, നേരം പുലരുന്നത് വരെ എത്തിയത് അല്ലേ? പ്രഭാതോദയം വരെ അല്ലാഹുവിന്റെ ശാന്തിയും സമാധാനവും കളിയാകുന്ന ആ ഒരു സമയത്ത് അത്രമേൽ ഹൃദയത്തെ പടച്ചോനിലേക്ക് ചേർത്ത് നമുക്ക് ഉറക്കം വരില്ലെന്ന് വെച്ചാൽ ഉറക്കം വരൊക്കെ ചെയ്യും. കുറച്ചൊക്കെ ഉറങ്ങുന്നതിന് തെറ്റുണ്ടോന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ കുട്ടികളുടെ ഒച്ചയും ബഹളവും ഒന്നും ഇല്ലാത്ത വിധത്തിൽ നമുക്ക് അതിനെ സജീവമാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, പ്രാർത്ഥന നിർഭരമായിരിക്കണം നമ്മുടെ മനസ്സ്. അള്ളാഹുവിലേക്ക് ചേർത്ത് വെക്കണം. അള്ളാഹിനോട് ചോദിക്കണം. എന്ത് ചോദിച്ചാൽ പഠിച്ചു തരും. ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വന്നിട്ട് 2 കൈകളും ഇങ്ങനെ നീട്ടി കാത്തിരിക്കുന്നു. അള്ളാഹിനോട് ചോദിക്കുന്നതിന് മുഴുവനും അള്ളാഹു ഉത്തരം തരും. നമുക്ക് ഏറ്റവും യോജിച്ചതും അനുഗുണവുമായിട്ടുള്ളത് പഠിച്ചോൻ എത്തിച്ചേരും. ചിലപ്പോൾ നമ്മൾ ചോദിക്കാൻ നമുക്ക് ഹൈറല്ലാന്നുണ്ടെങ്കിൽ അള്ളാഹു തന്നില്ലാന്ന് വരും കേട്ടോ.
ഞാൻ സൽമ ടീച്ചർ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് തന്നില്ലല്ലോ എന്ന് എൻ്റെ അടുത്ത് പറയാൻ നിൽക്കണ്ട. അള്ളാഹുവാണ് തീരുമാനിക്കുന്നത് ആർക്ക് എത്ര ഏതളവിൽ എങ്ങനെ കൊടുക്കണം. ചിലപ്പോൾ കിട്ടാതിരിക്കുന്നത് ഹൈറാണ്. അപ്പൊ കിട്ടിയില്ലല്ലോ, നിങ്ങളുടെ ചില കാര്യങ്ങൾ അത്യാവശ്യം മാത്രം പറഞ്ഞിട്ട് കിട്ടിയില്ലല്ലോ എന്ന് വിചാരിക്കണ്ട, അത് കിട്ടാത്തത് ഹൈറാണ്. ഒരു കാര്യം പഠിക്കേണ്ടത്, ഏത് പ്രാർത്ഥനക്കും അള്ളാഹു പരലോകത്തേക്ക് പ്രതിഫലം ഒരുക്കി വെച്ചിരിക്കും. അപ്പൊ റമദാനിനെ എങ്ങനെ സജീവമാക്കാം എന്ന് നമ്മൾ പഠിക്കണം. അത് ദിക്റുകളാണ്, പ്രാർത്ഥനകളാണ്, പിന്നെ ഖുർആൻ പാരായണമാണ്, പഠിച്ച തമ്പുരാനോടുള്ള ഇസ്തിഗ്ഫാറാണ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ വിഷമിക്കുന്നവരെയും പരാധീനതയിൽ അകപ്പെട്ടവരെയും സഹായിക്കലാണ്, നമ്മുടെ ബന്ധങ്ങളെ ചേർക്കലാണ്, നമ്മുടെ കാരണവന്മാരെ സന്ദർശിക്കലാണ്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്, എത്ര രോഗികളെ സന്ദർശിക്കലാണ്, വിഷമിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളാണ്, അവരുടെ സങ്കടം കേൾക്കാനുള്ള ചെവി കൊടുക്കലാണ്, അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് എന്താകുമോ അതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഒരു സമയമാണ്. അങ്ങനെ സജീവമായി മലപത്തോ 9 ഇപ്പൊ നമുക്ക് സ്കിപ്പല്ലോ ഇതൊക്കെയാണ് റമദാൻ. 4:10 നമസ്കാരം, 4:09. അപ്പൊ അതുകൊണ്ട് ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾ ഒരുപാട് കേട്ടതാണ്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിക്കാം, മനസ്സിലാക്കുക, തിരിച്ചറിയുക, കാര്യങ്ങൾ ഉൾക്കൊള്ളാം. അല്ലാതെ എല്ലാ നിലക്കും വിശുദ്ധ റമദാനിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ സ്വീകരിക്കാനും അതിനെ ഉൾക്കൊള്ളാനും അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ഈ ആയത്തിന്റെ അവസാനം അള്ളാഹു പറഞ്ഞൊരു കാര്യമുണ്ട്, വിശുദ്ധ ഖുർആൻ നിങ്ങൾ ശേഖരിച്ചു കൂട്ടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും ഖൈറായിട്ടുള്ള സമ്പാദ്യം അതാണെന്നാണ്. ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർക്കുക എന്നതാണ്. എങ്കിൽ ആ ഖൈറായ സമ്പാദ്യത്തെ ചേർത്ത് പിടിക്കാനുള്ള അത്രമേൽ വലിയ ശ്രദ്ധ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. എല്ലാ നിലക്കും അള്ളാഹുവിന്റെ എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവർക്കും ഉണ്ടാകട്ടെ. അതിന്റെ അള്ളാഹു തീരുമാനിച്ച നിശ്ചയിച്ച അതേ വിധത്തിൽ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും തിരിച്ചറിയാനും ഉപയോഗപ്പെടുത്താനും അള്ളാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കട്ടെ. ഈ ഇരിക്കലും പറയലും കേൾക്കലും എല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സൽക്കർമ്മമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين برحمتك يا ارحم الراحمين. اللهم صل وسلم على عبدك ونبيك محمد صلى الله عليه وسلم وعلى اله وصحبه اجمعين وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمه الله.